അധികാരത്തിൽ എത്തുവാനും രാഷ്ട്രീയ ലാഭങ്ങൾ കൊയ്യുവാനും ഏതു വൃത്തികെട്ട തന്ത്രവും സ്വീകരിക്കുവാൻ മടിയില്ലാത്ത ഒരു പ്രസ്ഥാനമാണ് CPM എന്ന് കോൺഗ്രസുകാർ കാലങ്ങളായി ആരോപിക്കാറുണ്ട്. പ്രത്യേകിച്ച് 2016 നിയമസഭാ പൊതുതെരഞ്ഞെടുപ്പ് മുതൽ ഇടതുപക്ഷം നേടിയെടുത്തിട്ടുള്ള രാഷ്ട്രീയ വിജയങ്ങൾക്കും നേട്ടങ്ങൾക്കും പിന്നിൽ കൃത്യമായ ഇത്തരം ചതിക്കുഴികൾ ഉണ്ടായിരുന്നു എന്നാണ് വലിയൊരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ഇന്നും വിശ്വസിക്കുന്നത്. ഇതിനുള്ള ഉദാഹരണങ്ങളായി ഇവർ ചൂണ്ടിക്കാട്ടുന്ന നിരവധി സംഭവങ്ങളുണ്ട്. ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർന്നു വന്ന സോളാർ ലൈംഗിക അപവാദ ആരോപണങ്ങൾ, KM മാണിക്കെതിരെ ഉയർന്നു വന്ന ബാർകോഴ ആരോപണം, വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട്, ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഉയർന്നു വന്ന ലൈംഗിക പീഡന ആരോപണങ്ങൾ എന്നതെല്ലാം ഇതിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസുകാർ കാണുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഉയർന്നു വന്ന ലൈംഗിക അപവാദ ആരോപണങ്ങളിൽ ഇടതുപക്ഷത്തിന് കൃത്യമായ പങ്കാളിത്തമുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന നിരവധി വിവരങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ആദ്യമായി ആരോപണം ഉന്നയിക്കുന്നത് അത്രയൊന്നും പ്രശസ്തയല്ലാത്ത ചലച്ചിത്ര നടിയായ റിനി ആൻ ജോർജ് ആണ്. റിനി ഒരു വിസിൽ ബ്ലോവർ എന്ന നിലയിലാണ് കേരള സമൂഹത്തിന് മുന്നിൽ ആദ്യം പരിചയപ്പെടുത്തപ്പെട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേര് നേരിട്ട് പറയാതെ കോൺഗ്രസിന്റെ ഒരു യുവ MLAയിൽ നിന്ന് തനിക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായി എന്ന വെളിപ്പെടുത്തലാണ് റിനി ആദ്യമായി ഒരു യൂട്യൂബ് ചാനലിൽ നടത്തിയത്. പിന്നീട് മാധ്യമങ്ങൾക്ക് മുൻപിലും ഈ വീഡിയോ വൈറലായതോടെ തന്റെ ആരോപണങ്ങൾ അവർ ആവർത്തിക്കുകയും ചെയ്തു. രാഹുലിനെതിരെ റിനി ഈ ആരോപണങ്ങൾ ഉയർത്തിയതിനു പിന്നാലെ തന്നെ അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള ഒരു മാധ്യമ വിചാരണയാണ് കേരളത്തിൽ ആരംഭിച്ചത്. അതിനുശേഷം കൃത്യമായ ഇടവേളകളിൽ രാഹുലിനെതിരെ അതിജീവിതകൾ എന്ന പേരിൽ പരാതികളുമായി ചിലർ സർക്കാർ സംവിധാനങ്ങളെ സമീപിക്കുകയും കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായി. റിനിയെ സംബന്ധിച്ച് പറയുമ്പോൾ പറവൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടറായ ഇവർ VD സതീശനുമായും അദ്ദേഹത്തിന്റെ കുടുംബവുമായി വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അതിനാൽ തന്നെ VD സതീശനോടൊപ്പം നിൽക്കുന്ന, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം നിൽക്കുന്ന, VD സതീശനോടൊപ്പം നിന്ന് കേക്ക് മുറിക്കുന്ന റിനിയുടെ നിരവധി ചിത്രങ്ങൾ മുൻപ് പുറത്തു വരികയും ചെയ്തിരുന്നു. എന്നാൽ VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ കർശന നിലപാട് സ്വീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയതോടുകൂടി റിനിയെയും ഇന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശനെയും ബന്ധപ്പെടുത്തി പല ആരോപണങ്ങളും ഉയർന്നു വന്നു. രാഹുൽ മാങ്കൂട്ടത്തെ ചതിച്ചു വീഴ്ത്താൻ VD സതീശൻ ഉപയോഗിക്കുന്ന ഉപാധിയാണ് റിനി എന്ന നിലയിൽ വരെ പ്രചാരണങ്ങൾ എത്തിച്ചേരുകയുണ്ടായി. തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായിട്ടുള്ള മാധ്യമ വിചാരണയുടെ രോഷം കോൺഗ്രസ് പ്രവർത്തകർ പോലും VD സതീശനെതിരെയുള്ള സൈബർ അറ്റാക്കുകളായി പ്രകടിപ്പിക്കുന്ന സാഹചര്യം വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നു. എങ്കിലും ഒരിഞ്ചു പോലും തന്റെ നിലപാടിൽ നിന്ന് പിന്മാറുവാൻ അന്ന് VD സതീശൻ തയ്യാറായിരുന്നില്ല. അതിനുശേഷം ചാനൽ ചർച്ചകളിലെല്ലാം റിനി ആൻ ജോർജ് ഒരു സ്ത്രീപക്ഷവാദിയായി, സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിത്വമായി സ്വയം അവതരിച്ചപ്പോഴാണ് ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന യുവ കോൺഗ്രസ് വനിതാ നേതാവ് റിനിയുടെ ഇരട്ടത്താപ്പ് വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയത്. അർദ്ധരാത്രിക്ക് ശേഷം സീക്രട്ട് ചാറ്റിന് വരാമോ, വീഡിയോ കോൾ ചെയ്യാമോ എന്നെല്ലാം ചോദിച്ച് റിനി രാഹുൽ മാങ്കൂട്ടത്തിന് നിരന്തരം സന്ദേശങ്ങൾ അയക്കാറുണ്ടായിരുന്നു എന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ ആദ്യമായി വെളിപ്പെടുത്തിയത് കേരള സ്പീക്സ് യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു. ഈ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി പറയുവാനോ ശ്രീനാദേവിയുടെ വെല്ലുവിളി ഏറ്റെടുക്കുവാനോ റിനി തയ്യാറായില്ല എന്നതും ഒരു വസ്തുതയാണ്. പിന്നീട് പല ഘട്ടത്തിലും ഇടതുവേദിയിലെത്തുന്ന റിനിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. എപ്പോഴാണ് റിനി ആദ്യമായി ഇടതുവേദിയിലെത്തിയത് എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടിയാണ് ഏറെ രസകരം. അതായത് എറണാകുളം ജില്ലയിലെ ഒരു CPM MLAക്കെതിരെ ഒരു അവിഹിത ബന്ധത്തിന്റെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില CPM വനിതാ നേതാക്കളെ ചേർത്ത് വെച്ച് അപവാദ കഥകൾ പ്രചരിപ്പിച്ചപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വനിതാ പ്രതിരോധം എന്ന പേരിൽ KK ശൈലജ ടീച്ചറെ എത്തിച്ച് CPM നടത്തിയ ഒരു പരിപാടിയിലാണ് റിനി CPMന്റെ വേദിയിലേക്ക് ആദ്യമായി എത്തുന്നത്. എന്നാൽ റിനി പിന്നീട് രാഷ്ട്രീയ കാലാവസ്ഥ അനുകൂലമല്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് നിലപാട് മാറ്റുന്നതും നമ്മൾ കണ്ടു. ഷാഫി പറമ്പിലിന്റെ ജന്മദിനത്തിന് അദ്ദേഹത്തിന് ഹാർദവമായി വിഷ് ചെയ്യുന്ന റിനിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. VD സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ നിങ്ങൾ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചവന്റെ ഉയർപ്പാണ് ഈ കാണുന്നത്. എന്റെ ശ്രീ പത്മനാഭൻ ഇനി ശ്രീ പത്മനാഭന്റെ നാട് ഭരിക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് റിനി ആൻ ജോർജ് VD സതീശനോടൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെക്കുകയും ഉണ്ടായി. ഏറ്റവും ഒടുവിലായി VD സതീശൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ VIP ലോബിയിലേക്ക് എത്തുവാനും റിനിക്ക് സാധിച്ചു. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരായിട്ടുള്ള രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊപ്പം ചിത്രങ്ങൾ എടുക്കുവാനും റിനിക്ക് സാധിച്ചു. റിനിയുടെ മന്ത്രിസഭാ സത്യപ്രതിജ്ഞാ വേളയിലെ ആ ചടങ്ങുകളിലെ സാന്നിധ്യത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഏറെ വൈകാരികമായിട്ടാണ് കണ്ടത്.
അവർ അത്തരത്തിൽ തന്നെ റിനിയെ കൂക്കി വിളിച്ചുകൊണ്ട് ഏറെ വൈകാരികമായി പ്രതികരിക്കുകയും ചെയ്തു. ഇതിനെതിരെയും കോൺഗ്രസ് പ്രവർത്തകരെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ റിനിയുടെ ഭാഗത്തു നിന്നുണ്ടായി. എന്നാൽ റിനി വി.ഡി. സതീശനെ പുകഴ്ത്തിപ്പാടുന്ന ഈ സിനിമാ താരം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി.ഡി. സതീശന്റെ എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി സജീവമായി പ്രചരണ രംഗത്തുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് വരുന്നത്. കൃത്യമായി പറഞ്ഞാൽ പറവൂരിൽ വി.ഡി. സതീശനെതിരെ മത്സരിച്ച CPI സ്ഥാനാർത്ഥിയും ഇടതുമുന്നണിയുടെ പ്രതിനിധിയുമായ E.P. ടൈസൺ മാസ്റ്ററുടെ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിൽ റിനി ആൻ ജോർജ് ആവേശത്തോടുകൂടി പങ്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വളരെ വ്യക്തമായും റിനിയുടെ മുഖം തിരിച്ചറിയാവുന്ന നിലയിലുമുള്ള ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ഇപ്പോൾ വി.ഡി. സതീശനെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തുകയും കോൺഗ്രസിന്റെ പരമോന്നത നേതാക്കളായ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും പ്രിയങ്ക ഗാന്ധിയും രേവന്ത് റെഡ്ഡിയും D.K. ശിവകുമാറും സിദ്ധരാമയ്യയും എല്ലാം ഇരിക്കുന്ന വേദിയിലേക്ക് റിനി കടന്നു കയറിയതിനെയും കൃത്യമായ സംശയ ദൃഷ്ടിയോടുകൂടി നമ്മൾ നോക്കി കാണേണ്ടതുണ്ട്. അതായത് മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ പ്രവർത്തിക്കുകയും അദ്ദേഹത്തിന്റെ പരാജയം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി രാഷ്ട്രീയ എതിരാളികൾക്കൊപ്പം കൂട്ടുനിൽക്കുകയും ചെയ്തതിനു ശേഷം അദ്ദേഹം മുഖ്യമന്ത്രിയായി ഉയർന്നു വരുമ്പോൾ മുമ്പുണ്ടായിരുന്ന വ്യക്തിബന്ധത്തിന്റെ ആനുകൂല്യം ചൂണ്ടിക്കാട്ടി അധികാരത്തിന്റെ ഇടനാഴികളിലേക്ക് നുഴഞ്ഞു കയറുവാനുള്ള ഒരു ശ്രമമാണോ റിനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന് നമ്മൾ തീർച്ചയായും സംശയിക്കേണ്ടതുണ്ട്. കോൺഗ്രസിനെ അധികാരത്തിലെത്തിയ ഘട്ടത്തിലെല്ലാം പലപ്പോഴും പ്രതിരോധത്തിലാക്കിയിട്ടുള്ളത് ഇത്തരം വിവാദ വനിതകളുടെ സാന്നിധ്യമാണ് എന്നുള്ള ചരിത്രവും നാം ഓർക്കേണ്ടതുണ്ട്. P.T. ചാക്കോയുടെ കാലം മുതൽ ഇങ്ങോട്ടെടുത്താൽ ഇതിനുള്ള അനവധി ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താനാവുന്നതാണ്. ഒരുപക്ഷെ അധികാരത്തിന്റെ ഏതെങ്കിലും ഇടനാഴികളിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ തന്നെ എതിരാളികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ചില ആനുകൂല്യങ്ങൾ നേടിയെടുക്കുവാനായി റിനി ഒരു അവതാരമായി പ്രത്യക്ഷപ്പെടുവാനുള്ള സാധ്യതയുണ്ട് എന്ന വസ്തുത ഈ തെളിവുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. എത്ര നാണമില്ലാതെയാണ് റിനി ആൻ ജോർജ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതെന്ന് ഒരിക്കൽ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യമായി രാഹുലിനെതിരെ ആരോപണമുയർത്തുന്നു, സ്ത്രീപക്ഷവാദിയായി പ്രത്യക്ഷപ്പെടുന്നു, പിന്നീട് CPMുമായി വേദി പങ്കിടുന്നു. അതിനുശേഷം രാഷ്ട്രീയ കാലാവസ്ഥ മാറുമ്പോൾ ഷാഫി പറമ്പിലിനെ പുകഴ്ത്തുന്നു, വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു, ഒടുവിൽ കോൺഗ്രസ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ വേദിയിലെ VIP ലോബിയിലേക്ക് കടന്നു കയറുന്നു. ഇത്തരം ദുഷ്പ്രവണതകളുള്ള ഒരു സ്ത്രീയെ തീർച്ചയായും കോൺഗ്രസുകാർ അധികാരത്തിന്റെ ഇടനാഴികളിൽ നിന്ന് അകറ്റി നിർത്തേണ്ടത് അവരുടെ നിലനിൽപ്പിന്റെ ആവശ്യം കൂടിയാണെന്ന് ഓരോ നേതാക്കളും തിരിച്ചറിയേണ്ടതാണ്. വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ തിളങ്ങുന്ന പ്രതിച്ഛായക്കുമേൽ കളങ്കമേൽപ്പിക്കാൻ CPMന്റെ ഡബിൾ ഏജന്റ് ആയിട്ടുള്ള റിനിയുടെ കടന്നുവരവ് കൂടിയാണോ ഇത് എന്നും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതൊക്കെയാണെങ്കിലും ഇത്തരം ഹണി ട്രാപ്പുകളെ കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളവരായിരിക്കണം കോൺഗ്രസുകാർ എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ വിവരങ്ങൾ നൽകുന്നത്. കോൺഗ്രസിന്റെ യുവ നേതാക്കളും അധികാരത്തിന്റെ ഇടനാഴികളിലുള്ള മന്ത്രിമാരുടെ സ്റ്റാഫുകളും അടക്കമുള്ളവരും കൃത്യമായ ജാഗ്രത പാലിച്ച് മുന്നോട്ട് പോകേണ്ട അവസരമാണ് ഇത്. കാരണം നാണംകെട്ട പരാജയത്തിന് ശേഷവും CPM ഏത് കളിയും കളിക്കാൻ മടിക്കില്ല. കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ആവനാഴിയിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ആയുധങ്ങളാണ് ഇത്തരം പെൺകണികൾ എന്ന് ഒരിക്കൽ കൂടി കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകേണ്ടതുണ്ട്.